അനാശാസ്യ കേന്ദ്രം നടത്തിപ്പിലെ പോലീസ് പങ്ക് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കൊച്ചി സിറ്റി പോലീസ്. അറസ്റ്റിലായ എഎസ്ഐമാരായ ബ്രിജേഷ് ലാൽ, ടി.കെ. രമേശൻ എന്നിവരുടെ സ്വത്ത് വിവരങ്ങളിൽ അന്വേഷണം നടത്തും. കൊച്ചിയിലെ മറ്റ് സ്പാകളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നും പരിശോധനയുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, ഈ രണ്ടുപേർക്ക് അറസ്റ്റിലായിരിക്കുന്ന രണ്ടുപേർക്ക് അനാശാസ്യ കേന്ദ്രങ്ങളുമായുള്ള ബന്ധം ഏത് തരത്തിൽ ആയിരുന്നു? ഇപ്പോൾ കൂടുതൽ അന്വേഷണം എന്ന് പറയുമ്പോൾ അത് എവിടെയൊക്കെ ആയിരിക്കും ആ അന്വേഷണം വ്യാപിപ്പിക്കുക? ലക്ഷ്മി, ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ അറസ്റ്റിലായ രണ്ടുപേരും പോലീസ് ഉദ്യോഗസ്ഥരാണ്. നിലവിൽ എറണാകുളം സ്റ്റേഷൻ പരിധിയിൽ തന്നെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് തന്നെയുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഒരാൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ എസ് ആണ്, മറ്റൊരാൾ എറണാകുളം നഗരത്തിനകത്തെ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ എസ് ആണ്. അങ്ങനെ ബ്രിജിത്ത് ലാലും ഒപ്പം തന്നെ ടി.കെ. രമേശനും ഈ രണ്ടുപേരും അനാശാസ്യ കേന്ദ്രം കൊച്ചി കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. ഈ രണ്ടുപേരും അവിടെ നിന്ന് ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അനാശാസ്യ കേന്ദ്രം നടത്തിയിരുന്ന സ്ത്രീക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തിരുന്നത് ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെ കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പെൺവാണിഭ സംഘങ്ങളെ നിയന്ത്രിച്ചിരുന്നത് ഈ രണ്ട് വ്യക്തികളാണെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. അത്തരത്തിലുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ട് തന്നെയാണ് പോലീസുകാർ തയ്യാറാക്കിയിരിക്കുന്നതും. കടവന്ത്ര പോലീസ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ പിടികൂടിയ അനാശാസ്യ കേന്ദ്രത്തിലെ 3 പ്രതികളിൽ നിന്നാണ് പോലീസുകാരെ കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ എഎസ്ഐമാർ രണ്ടുപേരും അവിടെ എത്തിയിരുന്ന ഇടപാടുകാരിൽ നിന്നും പണം വാങ്ങിയിരുന്നു. ഒപ്പം തന്നെ നടത്തിപ്പുകാരിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങിയിരുന്നു. മാത്രമല്ല കൃത്യമായ ആ ഇടപാട് കേന്ദ്രങ്ങളിൽ ചെന്ന് അവിടെ എത്തുന്ന സ്ത്രീകൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. മറ്റൊന്ന്, അവിടെ എത്തുന്ന ഇടപാടുകാരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഗുണ്ടകളെ തരപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഗുരുതരമായ പ്രവർത്തനങ്ങളാണ് ഈ പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ രണ്ട് പോലീസുകാരെയും സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എറണാകുളം നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രണ്ട് പോലീസുകാരാണിവർ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പോലീസുകാർ വർഷങ്ങളായി അനാശാസ്യ കേന്ദ്രം എറണാകുളം നഗരത്തിൽ നടത്തിയിട്ടും ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിലുള്ളത്. മറ്റൊന്ന്, 10 വർഷത്തിലധികമായി എറണാകുളം നഗരത്തിൽ ഈ പോലീസുകാർ എങ്ങനെ പിടിച്ചു നിന്നു എന്നുള്ളത് സംബന്ധിച്ചും പരിശോധനകൾ നടത്തുന്നുണ്ട്. എന്തായാലും അനാശാസ്യ കേന്ദ്രത്തിന് പിന്നിൽ 2 എഎസ്ഐമാർ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഒക്ടോബറിൽ പിടിയിലായി, പിന്നീട് ഈ പോലീസുകാർ അപ്പോഴും പിടിയിലാവുന്നില്ല. ഒക്ടോബറിൽ 3 പ്രതികൾ പിടിയിലാവുന്നു. ആ പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ നിരന്തരമായി ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ പോലീസുകാരുമായി നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. ബ്രിജിത്ത് ലാലും ഒപ്പം തന്നെ ടി.കെ. രമേശനുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന് മനസ്സിലാവുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഒരു പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ഈ എഎസ്ഐമാരുടെ പങ്കിനെക്കുറിച്ചും ഒപ്പം തന്നെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അനാശാസ്യ കേന്ദ്രങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണ കടവന്ത്ര സിഐക്ക് ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വീണ്ടും ഇവരെ ചോദ്യം ചെയ്ത് ഇന്നലെ വൈകുന്നേരത്തോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വിശദമായ ഒരു പരിശോധന നടത്താൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ലക്ഷ്മി, പോലീസിനാകെ അപമാനമുണ്ടാക്കുന്ന കാര്യമാണ് കൊച്ചിയിൽ സംഭവിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി.